ഭൂമിയിൽ എങ്ങനെയാണ് ജീവന്റെ കണികകൾ ഉണ്ടായതെന്ന ശാസ്ത്രലോകത്തിന്റെ കാലങ്ങളായുള്ള ചോദ്യത്തിന് പുതിയ ഉത്തരവുമായി ഗവേഷകർ. ഭൂമിയിലെ ജീവന്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ദീർഘകാല ധാരണകളെ മാറ്റിമറിക്കുന്നതാണ് പുതിയ കണ്ടെത്തൽ. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഒരേ പാരമ്പര്യ ജനിതക കോഡ് പങ്കുവെക്കുന്നുണ്ടെങ്കിലും സ്വതന്ത്രമായി നിലനിൽക്കാൻ ശേഷിയുള്ള ആദ്യ കോശങ്ങൾ രൂപപ്പെട്ടത് ഒന്നല്ല, മറിച്ച് 2 തവണയാണെന്ന് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഭൂമിയിൽ ശരിക്കും ജീവൻ എങ്ങനെയാണ് ഉണ്ടായത്? നൂറ്റാണ്ടുകളായി ശാസ്ത്രലോകത്തെ കുഴയ്ക്കുന്ന ഈ ചോദ്യത്തിന് പുതിയൊരു ഉത്തരം മുന്നോട്ട് വയ്ക്കുകയാണ് ഗവേഷകർ. ഭൂമിയിലെ ജീവൻ ഒരിക്കൽ മാത്രമല്ല 2 വ്യത്യസ്ത ഘട്ടങ്ങളിലായി രൂപപ്പെട്ടതാകാമെന്നാണ് പുതിയ ഗവേഷണ പഠനത്തിന്റെ നിഗമനം. ഏകദേശം 400 കോടി വർഷങ്ങൾക്ക് മുൻപ് സമുദ്രത്തിനടിയിലെ ഉഷ്ണജല പ്രവാഹ കേന്ദ്രങ്ങളാണ് ജീവന്റെ ആദ്യ രൂപങ്ങൾ വികസിച്ചതെന്നാണ് ഗവേഷകരുടെ വിലയിരുത്തൽ. എന്നാൽ അതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം മറ്റൊന്നാണ്. ബാക്ടീരിയയും ആൽഗയും ഒരേ ആദ്യ കോശത്തിൽ നിന്നും വേർപിരിഞ്ഞതല്ലെന്നും സ്വതന്ത്രമായി വികസിച്ച 2 ജീവധാരകളായിരിക്കുമെന്നുമാണ് പഠനത്തിലൂടെ പറയുന്നത്. ജർമ്മനിയിലെ ഡ്യൂസൽഫോർട്ട് ഹെൻറിച്ച് ഹൈൻ സർവകലാശാലയിലെ ഗവേഷകരുടെ നേതൃത്വത്തിൽ നടത്തിയ പഠനമാണ് ഈ പുതിയ സിദ്ധാന്തത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ആദ്യകാല ഭൂമിയിലെ ഏകദേശം 420 അടിസ്ഥാന രാസപ്രവർത്തനങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഗവേഷകർ ആദിമഘട്ടത്തിലെ ജീവൻ എങ്ങനെയുണ്ടായി എന്നുള്ളത് പുനർനിർമ്മിക്കാൻ ശ്രമിച്ചത്. ഇന്നത്തെ കോശങ്ങൾക്ക് ഊർജ്ജം നൽകുന്ന ATP പോലുള്ള സങ്കീർണ സംവിധാനങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ പ്രകൃതിദത്ത രാസപ്രവർത്തനങ്ങൾ ആദ്യകാല ജീവന് ഊർജ്ജം നൽകിയിരിക്കാമെന്നും ഈ പഠനത്തിലൂടെ തന്നെ വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ചും ഹൈഡ്രോതെർമൽ വെന്റുകളും ലോഹങ്ങളുമായി നടക്കുന്ന രാസപ്രവർത്തനങ്ങളും ഇതിൽ നിർണായകമായിരിക്കാമെന്നാണ് കണ്ടെത്തൽ. അതായത് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിൻ്റെയും പിന്നിൽ ഒരൊറ്റ തുടക്കം മാത്രമല്ല, ജീവൻ്റെ 2 സ്വതന്ത്ര തുടക്കങ്ങളുടെ ചരിത്രമുണ്ടാകുമോ? എന്നാൽ ഇത് ജീവൻ 2 തവണ പൂർണ്ണമായും വേറിട്ട രീതിയിൽ ഭൂമിയിൽ ഉണ്ടായതായെന്ന് അന്തിമമായി തെളിയിച്ചുവെന്നല്ല. ജീവൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള നിലവിലെ സിദ്ധാന്തങ്ങൾക്ക് പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു ശാസ്ത്രീയ മാതൃകയും വ്യാഖ്യാനവുമാണ് ഈ പഠനം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ജീവൻ എവിടെ നിന്നാണ് വന്നത് എന്ന മനുഷ്യൻ്റെ ഏറ്റവും വലിയ ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് കരുതിയിടത്താണ് പുതിയൊരു ചോദ്യം കൂടി ഉയരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.